ഇതിനിടയിൽ US പാരാട്രൂപ്പുകൾ പശ്ചിമേഷ്യയിൽ എത്തി എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതായത് കരയുദ്ധത്തിന് സന്നദ്ധമാണ് എന്ന് കഴിഞ്ഞ കുറേ നാളുകളായി അമേരിക്ക പറയുന്ന പശ്ചാത്തലമുണ്ട്. വേണമെങ്കിൽ കരയുദ്ധത്തിന് ഞങ്ങൾ തയ്യാറാണ്, സമാധാന ചർച്ചകൾക്ക് ഇറാൻ വഴങ്ങിയില്ലെങ്കിൽ എന്നുള്ളതാണ്. അതായത് പാരാ ഷൂട്ട് ഉപയോഗിച്ച് കരയിലിറങ്ങി ആക്രമണം നടത്താൻ ശേഷിയുള്ള US കരസേനയുടെ 82ാം എയർബോൺ ഡിവിഷനിലെ ആയിരക്കണക്കിന് പാരാട്രൂപ്പുകളാണ് പശ്ചിമേഷ്യയിലേക്ക് എത്തിയിട്ടുള്ളത്. ഇറാന്റെ തന്ത്രപ്രധാനമായ എണ്ണക്കയറ്റുമതി കേന്ദ്രം ഖാർഗ് ദ്വീപ് പിടിച്ചെടുക്കാനാണ് ഈ വിന്യാസം എന്നുള്ള വിലയിരുത്തൽ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. സമാധാന കരാർ ഇറാൻ സമ്മതിച്ചില്ലെങ്കിലാണ് ഈ സൂചനകൾ സംഭവിക്കുന്നത്. നേരത്തെ തന്നെ നമുക്കറിയാം 2500ഓളം മറീനുകൾ നമ്മൾ നേരത്തെ വാർത്തകൾ കൊടുത്തതാണ് ഈ പ്രദേശത്ത് വിന്യസിച്ച പശ്ചാത്തലമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട നീക്കം നടത്തുന്നുണ്ട്. നമുക്കറിയാം ഖാർഗ് ദ്വീപ്, ഇറാന്റെ കിരീടം എന്നറിയപ്പെടുന്ന ഖാർഗ് ദ്വീപിൽ കണ്ണുണ്ട് അമേരിക്കയ്ക്ക്. ഖാർഗ് പിടിച്ചാൽ ഇറാനെ പൂർണ്ണമായും ഇല്ലാതാക്കാം എന്ന് അമേരിക്ക കരുതുന്നുമുണ്ട്. അത് സത്യമാണ് താനും. ഖാർഗിന്റെ നിയന്ത്രണം പൂർണ്ണമായി ഏറ്റെടുത്താൽ ഇറാന് പിന്നെ നിൽക്കക്കളി ഉണ്ടാവില്ല. ഇറാന്റെയൊക്കെ എണ്ണക്കയറ്റുമതിയുടെ 90% നടക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് ഖാർഗ്. അവിടെ പിടിക്കുക എന്നുള്ളത് എളുപ്പമല്ല. പക്ഷേ ട്രംപ് അതും ലക്ഷ്യം വെക്കുന്നുണ്ട്. സാധ്യമാകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം. കാർത്തിക്, ഈ ഖാർഗിലേക്ക് മറീനുകളെ അയക്കുക, കരയുദ്ധം നടത്തുക എന്നൊക്കെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ അന്തരീക്ഷത്തിൽ കേൾക്കുന്നൊരു കാര്യമാണ്. അതിന് കൂടുതൽ സജ്ജീകരണങ്ങളും അമേരിക്ക നടത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്, അല്ലേ? തീർച്ചയായിട്ടും 2500ഓളം മറൈനുകൾ ഇതിനോടകം തന്നെ മിഡിൽ ഈസ്റ്റിൽ എത്തിക്കഴിഞ്ഞതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഒപ്പം കൂടുതൽ പാരാമിലിറ്ററി ഫോഴ്സിനെ അവിടേക്ക് അയക്കുന്നു. സ്വാഭാവികമായും ഒരു കരയുദ്ധം എന്നുള്ള പ്രതീതി അമേരിക്ക നിലനിർത്തുകയാണ്. അത് ഖാർഗ് ഐലൻഡ് പിടിച്ചെടുക്കാനാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും ഉണ്ട്. ഖാർഗ് ഐലൻഡ് ഇറാന്റെ സാമ്പത്തിക നട്ടെല്ലാണ്. അവിടെ നിന്നാണ് 90%ഓളം എണ്ണയുടെ കയറ്റുമതിയും നടക്കുന്നത്. സ്വാഭാവികമായും ഖാർഗ് ഐലൻഡ് പിടിച്ചെടുക്കുന്ന തരത്തിൽ ഒരു ആക്രമണത്തിലേക്ക് പോയാൽ അത് ഇറാനെ കൂടുതൽ ദോഷകരമായി ബാധിക്കും. മാത്രമല്ല ആ കാര്യത്തിൽ അമേരിക്കയ്ക്കും ചില ആശങ്കകളുണ്ട്. കാരണം ഖാർഗ് ദ്വീപിൽ മിസൈൽ ആക്രമണം നടത്താനൊക്കെ ഇറാനും വലിയ ബുദ്ധിമുട്ടില്ല. കാരണം വളരെ ദീർഘദൂര മിസൈലുകളും ഹ്രസ്വദൂര മിസൈലുകളും ഒക്കെ കൊണ്ട് സമ്പന്നമാണ് അവർ ഇപ്പോഴും. സ്വാഭാവികമായും അത്തരത്തിൽ എന്ത് നടപടി ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് ഇനി ഉണ്ടാകും എന്ന് കാത്തിരിക്കണം. നാളെ രാവിലെ അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്യും. ആ അഭിസംബോധനയിൽ സ്വാഭാവികമായും അദ്ദേഹം എന്ത് പറയും അതിനെ ആശ്രയിച്ചിരിക്കും ഈ പാരാമിലിറ്ററി ട്രൂപ്പുകളെ അടക്കം ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലേക്ക് വിന്യസിച്ചുള്ള അവർ എന്താണ് ഇനി ചെയ്യുന്നത് എന്നടക്കമുള്ള കാര്യങ്ങളിൽ സ്വാഭാവികമായും അതിൽ ശേഷമാവും തീരുമാനം വരിക. എന്തായാലും ഒരു കരയുദ്ധത്തിന് ഉള്ള സാധ്യതകൾ ഇപ്പോഴും ഉണ്ട് എന്ന സൂചിപ്പിക്കുന്ന തരത്തിൽ തന്നെയാണ് അമേരിക്കയുടെ സൈനിക നീക്കങ്ങൾ.